തിരുവനന്തപുരം നഗരത്തിന്റെ അഭിമാനമായ കോട്ടകളും കോട്ടമതിലുകളും നാശത്തിന്റെ വക്കിലാണ്. ചരിത്ര പ്രാധാന്യമുള്ള കോട്ടകളും കോട്ടമതിലുകളുമാണ് പല ഭാഗങ്ങളിൽ നിന്നുമായി ഇളകി വീഴുന്നത്. പായലും ചെളിയും പിടിച്ചതോടെ കോട്ടകൾ നാണക്കേടിന്റെ കാഴ്ചയായി മാറിയിരിക്കുകയാണ്. തലസ്ഥാന നഗരത്തിന്റെ തലയെടുപ്പാണ് പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തായി നിരന്നു നിൽക്കുന്ന കോട്ടകളും കോട്ടമതിലുകളും. നാടിന്റെ ചരിത്രവും സംസ്കാരവുമെല്ലാം വിളിച്ചോതുന്നുണ്ട് 250 വർഷത്തിലേറെ പഴക്കമുള്ള ഇവ. ഇന്നത്തെ അവസ്ഥ കഷ്ടമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ടുമുന്നിലുള്ള കിഴക്കേക്കോട്ട. തലസ്ഥാനം കാണാനെത്തുന്നവർ ആദ്യം കാണുന്നത് ഈ കോട്ടയാണ്. പെയിന്റ് അടർന്നു വീണ പാണ്ടുപിടിച്ച അവസ്ഥയിലാണിപ്പോൾ. ക്ഷേത്ര പരിസരത്തേക്ക് പ്രവേശനമൊരുക്കുന്ന വെട്ടിമുറിച്ച കോട്ട സൗന്ദര്യമുള്ള കാഴ്ചയായിരുന്നു. പക്ഷേ പെയിന്റുകളും വരകളുമെല്ലാം അപ്രത്യക്ഷമായി. കോട്ടയ്ക്ക് മുകളിലെ മകുടമായിരുന്നു പ്രത്യേകത. പക്ഷേ കോട്ടയുടെ ഒരു ഭാഗത്തെ മകുടം കാണാനില്ല. സിംഹപ്രതിമകളുള്ള തലസ്ഥാനത്തെ കരുത്തിന്റെ പ്രതീകമായ സിംഹക്കോട്ട ഇപ്പോൾ ചെളിയും പായലും നിറഞ്ഞു. ഇതൊരു കോട്ടയും അതിനു മുകളിൽ സിംഹവുമാണെന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആരും തിരിച്ചറിയുക പോലുമില്ല. പടിഞ്ഞാറേക്കോട്ട നാണക്കേട് മറച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ഷീറ്റ് മറച്ചുകെട്ടിയാണ്. കോട്ടകളെക്കാളും ശോകമാണ് കോട്ടമതിലുകളുടെ അവസ്ഥ. കട്ടകളും കല്ലുകളുമെല്ലാം ഇളകി വീണ് മതില് പലയിടത്തും നിലം പതിച്ചു തുടങ്ങി. കൃത്യമായ ഇടവേളകളിൽ സംരക്ഷണ ജോലി ചെയ്യാറുണ്ട് എന്നാണ് പുരാവസ്തു വകുപ്പിന്റെ അവകാശവാദം. അപ്പോൾ പിന്നെ ഈ കാണുന്ന അവസ്ഥ എങ്ങനെയുണ്ടായി എന്നതാണ് മറുചോദ്യം. ജനം, തിരുവനന്തപുരം.